ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ജ്യോതിഷിയെ കാണുന്ന പതിവുണ്ട് എന്ന് എനിക്ക് പ്രേമചന്ദ്രൻ. ഭാര്യയാണ് ജ്യോത്സ്യനെ കാണാറുള്ളത്. കുടുംബാംഗങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും വിശ്വാസപരമായ സമ്മർദ്ദം ഉണ്ടാകാറുണ്ടെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്ന പോലെ തന്നെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ഈ എക്സാമിന്റെ ഡേറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ടെൻഷൻ ഉണ്ടാവാറുണ്ട്. ഉണ്ടോ? അങ്ങനെ ടെൻഷൻ ഉണ്ടോ? അല്ല, അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല. പക്ഷേ ഇതൊരു സന്നിഗ്ധാവസ്ഥയുണ്ട് ഈ പ്രാവശ്യം. സത്യത്തിൽ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് ഇത്രയും അഗ്രസീവായിട്ടുള്ള ക്യാമ്പയിൻ ആരംഭിക്കുന്നത് ഇതൊരിക്കലും തോന്നുന്നൊരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും. ഇതൊരു വലിയ ചെലവല്ലേ? അതാണ്, എത്ര ദിവസം ഇത് നീളുന്നുവോ അത്രയും സാമ്പത്തിക ബാധ്യതയും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. എന്നായിരിക്കും തെരഞ്ഞെടുപ്പ് പോകുന്നൊരു പ്രഡിക്ഷൻ പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ കഴിയില്ല. കാരണം ഇലക്ഷൻ കമ്മീഷൻ ഈ കാര്യത്തിൽ ഒരു സൂചനയും നൽകിയിട്ടില്ല. സാധാരണഗതിയിൽ വരുന്നത് രണ്ടാം ഘട്ടം അല്ലെങ്കിൽ മൂന്നാം ഘട്ടത്തിലാണ് സാധാരണഗതിയിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരുന്നത്. അതായത് ഒരു കൗതുകത്തിന് ചോദിക്കുകയാണ്. അതായത് സാധാരണ ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഡേറ്റ് പ്രഖ്യാപിക്കുന്നു എന്ന് വെച്ചു, അതിനുശേഷം പല സ്ഥാനാർത്ഥികളും കേട്ടിട്ടുള്ളത് ജ്യോത്സ്യന്മാരുടെയൊക്കെ പോകാന്നുള്ള പതിവുണ്ട്. അങ്ങനെ ഒരു പതിവുണ്ടോ? അല്ല, എൻ്റെ വൈഫ് മിക്കവാറും സമയം നോക്കി തന്നെയാണ് ഞങ്ങൾ ഈ നോമിനേഷൻ കൊടുക്കാറുള്ളത്. അവരത് നോക്കാറുണ്ട്. നോക്കി ആ സമയത്ത് മാത്രമല്ല, പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു നിർബന്ധിതമായിട്ടുള്ള താല്പര്യമാണ്. സ്വാഭാവികമായിട്ടും സമയമൊക്കെ നോക്കി തന്നെയാണ് നോമിനേഷൻ കൊടുക്കാറുള്ളത്. ഇതൊക്കെ ഒരു പ്രവർത്തകരുടെയും സഹപ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ ഒരു വിശ്വാസത്തിൻ്റെ കൂടി പ്രശ്നം വരുമ്പോൾ സ്വാഭാവികമായും നല്ല സമയം നോക്കി കൊടുക്കുക. പലരും അത് പറയാറില്ല. അല്ല, അങ്ങനെയൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഒക്കെ എല്ലാം കൊടുത്തിട്ടുള്ളത്, മിക്കവാറും കൊടുത്തിട്ടുള്ളത് അതൊരു വലിയ സാമൂഹ്യ സമ്മർദ്ദമായി വന്നിട്ടുണ്ട്. സമയത്തിന് കൊടുക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ ശുഭകരമായ സമയത്തെ കൊടുക്കാവൂ എന്നുള്ളൊരു വലിയ, അപ്പോൾ അതിൻ്റെ പേരിലൊരു അപ്രിഹെൻഷൻ, അതിൻ്റെ പേരിലൊരു ബുദ്ധിമുട്ട്, പ്രയാസം ഉണ്ടാകേണ്ടതെന്ന് കരുതി സ്വാഭാവികമായും ഇപ്പം മിക്കവാറും എല്ലാവരും ആ രൂപത്തിലാണ് കൊടുക്കാറുള്ളത്. അവർക്ക് താല്പര്യമില്ലെങ്കിൽ പോലും അവർ വലിയ സാമൂഹ്യ സമ്മർദ്ദത്തിന് വിധേയമാകുന്ന സ്ഥിതിയാണ് ഇപ്പം. എല്ലാവിധ ആശംസകളും.